ഹായ് ഹലോ നമസ്കാരം. ആശാൻ 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 ഫ്രം ദ ഡയറക്ടർ ഓഫ് ഗപ്പി ആൻഡ് അമ്പിളി. ഈ രണ്ട് സിനിമയുടെ ഡയറക്ടറാണ് ഇദ്ദേഹം. കൂടാതെ ഇദ്ദേഹം രോമാഞ്ചം എന്ന് പറയുന്ന ഒരു സിനിമ കൂടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ജോൺ പോൾ ജോർജ്. ഗപ്പിയുടെ ഫ്രെയിമുകളൊക്കെ മനോഹരമായിട്ടുള്ള ഫ്രെയിമുകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള സിനിമ, ഗംഭീരമായിട്ടുള്ള മ്യൂസിക്, കാസ്റ്റിങ് എല്ലാം കൊണ്ട് അടിപൊളിയാണ്. DOP എല്ലാം സെറ്റ് സെറ്റ്. ഒരു ക്ലാസിക്കും അല്ല വിൻറ്റേജും അല്ല, ഒരു സെക്ടർ മോഡിൽ എടുത്ത പടമാണ് ഗപ്പിയൊക്കെ. സെയിം സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗപ്പി തിയേറ്ററുകളിൽ പരാജയമായിരുന്നു. ആ സിനിമ റിലീസ് ചെയ്തിട്ടാണ് പലരും കണ്ടത്. ഞാനടക്കം സിനിമ കണ്ടത് രണ്ടാമത് റിലീസ് ചെയ്തിട്ടാണ്. ആ സിനിമയ്ക്ക് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. 1-2 അവാർഡൊക്കെ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അമ്പിളിലേക്ക് വരുമ്പോൾ അമ്പിളി കേരളം മുഴുവൻ ഇതുപോലെ വെള്ളപ്പൊക്കം ഉള്ള സിറ്റുവേഷൻ, ആർക്കും ജോലിയില്ല പണിയില്ല, ആ സമയത്താണ് അമ്പിളി ഇദ്ദേഹം തിയേറ്ററിൽ ഇറക്കിയത്. ആ സിനിമയും തിയേറ്ററിൽ പരാജയമായിരുന്നു. അപ്പോൾ രണ്ട് നല്ല സിനിമകൾ പരാജയമായി. അപ്പോൾ ഈ രണ്ട് അല്ലേ ബുദ്ധിമുട്ടിന് ശേഷം അദ്ദേഹം ഇറക്കിയിട്ടുള്ള സിനിമയാണ് ആശാൻ. വളരെ മോശം സ്ക്രിപ്റ്റ്, വളരെ മോശം. എന്തോളം സ്ക്രിപ്റ്റാണ് ജോൺ പോൾ ജോർജ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ സ്ക്രിപ്റ്റ് നിങ്ങൾ കൈയടത്തിയിട്ടുണ്ട്. ഇതേപോലെ DOPക്ക് ഇദ്ദേഹം സംശയമാണ്. കാരണം ഇതിൻ്റെ DOP സൂപ്പറാണ്. വിമൽ ജോസ് കിട്ടില്ല, കിട്ടിക്കാച്ചി ഏറ്റവും. കാരണം ഇത് പ്രത്യേകിച്ച് ഷോട്ടുകളിൽ മാത്രമല്ല, ഇതിന് കുറച്ച് VFX മൂഡിൽ വരുമ്പോഴുള്ള ക്രാഫ്റ്റിങ്, അതിലൊക്കെ കൊടുക്കുന്ന ഫോട്ടോഗ്രാഫി സൂപ്പറായിരുന്നു കേട്ടോ. അതിലെ കാസ്റ്റിങ്ങിനെ പാളിപ്പോയി. ഈ സിനിമയിൽ ആശാന്റെ കാസ്റ്റിങ്ങിനെ പാളിപ്പോയി. ഇന്ദ്രൻ സേട്ടൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ സേട്ടൻ ഞാൻ പറയാം. ഇപ്പം ഇതിൽ അബിൻ, അതുപോലെ തന്നെ നമ്മുടെ ജോമോനൊക്കെ ഉണ്ട്. ജോമോൻ എന്നുള്ള ആക്ടർ നല്ല ആക്ടറാണ്. കാരണം പുള്ളിക്കാരൻ ഒരുപാട് സിനിമകൾ ഇപ്പോൾ കോമഡിയനായിട്ട് നമ്മുടെ ഗുരുവായൂർ അമ്പൽ നടയിൽ, അതുപോലെയുള്ള വാഴ സിനിമകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ റീസെൻ്റായിട്ട് വ്യസന സമേതം ബന്ധിമിത്രാദികൾ സിനിമയിൽ, അങ്ങനെ ഒരുപാട് അദ്ദേഹം തൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം എങ്ങനെയെങ്കിലും സിനിമയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കൊടുത്തുകൊണ്ടൊരു കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇറ്റ്സ് ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയൊരു സംഭവമായിട്ടൊന്നും ഈ അദ്ദേഹം ഇതിൽ പെർഫോം ചെയ്തിട്ടില്ല. സ്പൈസ് ഉണ്ട്, പക്ഷേ കരഞ്ഞ് മെഴുകണം എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു ക്യാരക്ടറൈസേഷൻ തൻ്റെ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരണം. പക്ഷേ ഇത് സ്ക്രിപ്റ്റ് തന്നെ വീക്കാണ്. പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്. പടം തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂർ സംതിങ് ശേഷം ഇൻ്റർവെല്ലിൽ പറയും ഇന്ദ്രൻ ചേട്ടൻ കോമഡികൾ ഈ സിനിമയിൽ വർക്കൗട്ടായിട്ടുണ്ട്. ഭയങ്കര രസമുള്ള കോമഡി. കാരണം ഇൻ്റർവെൽ കണ്ടിരിക്കുക ആ ഒരു സുഖം മാത്രമേ സ്പേസ് കൊടുത്തിട്ടുള്ളൂ. കാരണം ഭയങ്കര രസമുള്ള കോമഡികൾ അത് റിപ്പീറ്റ് ആണെങ്കിൽ നമുക്ക് അതെങ്കിലും എൻഗേജ് ചെയ്യാൻ പറ്റി, എൻജോയ് ചെയ്യാൻ പറ്റി. ആ ഒരു ഇൻ്റർവെൽ പറയാം ഈ പുള്ളിക്കാരൻ്റെ ആ ഒരു. പിന്നെ കോസ്റ്റ്യൂം റോണി സേവിയർ നൈസായിട്ട് കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് ഇങ്ങനെ പടത്തിലെ കോസ്റ്റ്യൂം എല്ലാം സൂപ്പറായിരിക്കും. ഇതൊരു കൾച്ചർ ഡ്രാമയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിനിമയ്ക്കുള്ള സിനിമയാണല്ലോ. ഇങ്ങനെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഭൂതേനാണ് താരം, ബെസ്റ്റ് ആക്ടർ എന്നുള്ള സിനിമ വന്നിട്ടുണ്ട്. പക്ഷെ അതുപോലെയല്ല. അതിപ്പോൾ ലൈറ്റ് ബോയ് മുതൽ ഈ സിനിമയുടെ ക്രാഫ്റ്റ്മാൻ അവർ ഈ സിനിമയിലെ ഓരോ ഫ്രെയിമിലും കൊടുക്കുന്നുണ്ട്, സ്പേസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതെടുക്കുന്ന മേക്ക് ചെയ്ത രീതി വളരെ വീക്കാണ്, ഭയങ്കര വീക്ക് പോയിന്റ്. കാരണം ഇതൊക്കെ എത്രയോ കാലം മുമ്പ് എടുക്കേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ട് പോലുണ്ട് ഈ സിനിമ. ഇന്ദ്രൻ സേട്ടനാരും പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം പുള്ളിക്കാരനൊരു വണ്ടർ അടുപ്പിക്കുന്ന മനുഷ്യനാണ്. കാരണം പുള്ളിക്കാരന് വയ്യ. ഈ സിനിമയിലെ അദ്ദേഹത്തോട് പറയുകയാണ്. നമ്മൾ പല സ്റ്റേജിലും പരിപാടിയിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്റ്റേജ് ഫെയർ ഉണ്ടോ, അല്ലെങ്കിൽ ഓവർ വിനയാന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷേ എനിക്ക് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ അദ്ദേഹത്തിൻ്റെ ഒരു, ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇതൊരു എന്താ പറയുക, ഒരു വീക്ക് പോയിന്റ് അല്ല. കാരണം അദ്ദേഹം തന്നെ ഒരു വിനയകുലിതനായിട്ട് നിൽക്കുക എന്നുള്ള കൾച്ചറല്ല ഞാൻ പറയുന്നത്. ഒരു പണ്ട് മുതൽ അദ്ദേഹം സിനിമയിലുള്ള മുതൽ തന്നെ ചിലപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. കാരണം പ്രത്യേകിച്ച് പണ്ടത്തെ കാലത്തെ സിനിമകൾ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അദ്ദേഹം വന്ന സമയത്ത് ഞാൻ പറയുന്നത്, കാരണം ഇപ്പോൾ ആക്ഷൻ സിനിമകൾ, അല്ലെങ്കിൽ ഈ സോഷ്യലി വലിയ റെലവൻ്റ് അല്ലാത്ത ഈ സെക്സ്വാലിറ്റി ഉള്ള സിനിമകളൊക്കെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മുതൽ അദ്ദേഹം സിനിമയിലുണ്ട്. അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തെ കുറച്ച് ഒരു തഴഞ്ഞിട്ടുണ്ടായിരിക്കാം. അദ്ദേഹം പറഞ്ഞല്ല, ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ, സജഷൻ, ഇറ്റ്സ് ജസ്റ്റ് എ തിങ്സ്, അതാ പറയുന്നത് ഞാൻ. അപ്പോൾ ആ ഒരു നെഗറ്റീവ് അദ്ദേഹത്തിന് അടിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം ഈ ഒരു പരിപാടി ഒരു ഭയം അദ്ദേഹത്തിന് ഫീൽ ചെയ്തത്. പക്ഷേ ക്യാമറയുടെ മുമ്പിൽ ഇന്ദ്രൻസ് ഗംഭീരമല്ലേ. ഞാൻ ഞെട്ടിപ്പോയത് ഹോമൽ പെർഫോമൻസ് ഒക്കെയാണ്. അതൊക്കെ എന്ത് രസമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിന് പെർഫോം അദ്ദേഹത്തോട് ചെയ്യിപ്പിക്കുന്ന പോലെ. കാരണം അദ്ദേഹം മിസ്കാഷ് എന്ന് പറയില്ല, കാരണം അദ്ദേഹത്തിന് വയ്യ. ആ സിനിമയിലും പറയുന്നുണ്ട്, ഈ സിനിമയിലും പറയുന്നുണ്ട്. ഒരു ഫ്ലാറ്റാണ്, ആ ഫ്ലാറ്റിൽ ഇന്ദ്രൻ സേട്ടൻ അവിടുത്തെ മെയിനാണ്. അവിടുത്തെ ആശാനത്തെ വിളിക്കും. ആശാനെ വിളിക്കില്ല, വേറെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ആശാൻ ആ ഫ്ലാറ്റിൻ്റെ ഓണറാണ്. ആ ഫ്ലാറ്റിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അദ്ദേഹത്തിന് ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അതേപോലെ റീൽസ് എടുക്കുന്ന ആളാണ്, പരിപാടികൾ ചെയ്യുന്ന ആളാണ്.
ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ ആഗ്രഹങ്ങൾ നടക്കുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കി വിടുന്നു. സെയിം പാറ്റേൺ, വലിയ വ്യത്യാസമൊന്നുമില്ല. സിനിമയ്ക്കുള്ളിൽ സിനിമ കളിക്കുന്നു, അദ്ദേഹത്തെ ആക്ടറാക്കുന്നു, സിനിമ കഴിയുന്നു, കൈയടിക്കുന്നു, ഡയറക്റ്റ് ചെയ്തിട്ട് ആളുകളെ മറ്റ് ഒപ്പമുള്ള ക്രൂ എട്ടിപ്പിടിക്കുന്നു, സെയിം പരിപാടി. പക്ഷേ ഇതിൽ പെർഫോമൻസ് ബേസ് നോക്കുവാണെങ്കിൽ വീക്ക് പോയിന്റ് ആണ്. ഉദ്ദേശിച്ചിട്ടുള്ള പെർഫോമാണ് വീക്കാണ്. സ്ക്രിപ്റ്റ് ഓൾറെഡി വീക്ക്, പെർഫോമൻസ് എല്ലാം വീക്ക്. ഇന്ദ്രസേനെ കൊണ്ട് വെറുതെ ഇങ്ങനെ പെർഫോം ചെയ്യിക്കുക. ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ ഒരു 5-6 ക്ലോസപ്പ് ഇന്ദ്രസേട്ടിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ എനിക്കൊന്ന് ഒറ്റെണ്ണം മാത്രമേ കണക്ട് ആയിട്ടുള്ളൂ. പുള്ളിക്കാരന് വയ്യാത്തൊരു ക്യാരക്ടറാണ് അത്. ഈ സിനിമയിൽ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുകയാണ്. സിനിമയിലും പറയാണ്, എന്താ ചെയ്യ് ആശാനെ ചെയ്യ്. എന്ത് ചെയ്യണ്? ഒരു പരിധി വേണ്ട, അങ്ങനെ ചെയ്യരുത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇതിൽ അജീഷ് ആൻഡോ അദ്ദേഹം പോലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സിറ്റുവേഷൻ ഞാൻ കണ്ട് നല്ല തിയേറ്ററിൽ തന്നെ. പക്ഷേ എനിക്ക് പേഴ്സണലി മ്യൂസിക് വലിയൊരു മിറാക്കിൾ പോയിന്റ് ആയിട്ട് തോന്നിയിട്ടൊന്നുമില്ല. അത് പ്ലസ് ഇതിൽ കാസ്റ്റിംഗ് നൈസായി തോന്നി, പിന്നെ മേക്കിംഗ് ഭയങ്കര മോശമായിരുന്നു. എനിക്ക് പേഴ്സണലി പടം തീരെ ഇഷ്ടമായിട്ടില്ല. ഒന്നും പറയാനില്ല, കാരണം ഇതിൽ മമ്മൂക്കാൻ്റെ ഒരു പരിപാടിയുണ്ട്. ക്ലൈമാക്സിൽ ഒരു നരേഷൻ 2 മിനിറ്റ് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇൻഫ്ലുവൻസ് ഇല്ല. ഒരു വാക്കിംഗ് ഷോട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ദ്രൻ സേട്ടിന് ക്ലൈമാക്സിൽ. ജിത്തു ജോസഫ് കൊടുക്കുന്ന ഒരു വാക്കിംഗ് ഷോട്ട് വിത്ത് നമ്മുടെ പാട്ടും ഒരു സോങ് ഉണ്ടല്ലോ അതിൽ. എല്ലാ റീൽസിലും ഇപ്പോൾ കിടക്കുന്ന സോങ്, ആ സോങ് അടക്കം ഒരു പ്ലേസ് ചെയ്തിരിക്കുന്നത് ക്ലൈമാക്സിലാണോ. പടം ഇത് കാട്ടുമ്പോഴൊക്കെ അത് കൊടുക്കണത്. നന്ദി പറയേണ്ട കുറേ ആൾക്കാർക്ക് അപ്പലും കൊടുക്കാറില്ല. ഇത് പടം തന്നെ ഡിസപ്പോയിൻറ്റഡ് ആയി എന്ന് ഫീൽ ചെയ്യുന്ന ടൈമിൽ നല്ലൊരു സോങ് കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി ഈ പടം എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ആശാനെ ഇനിയും ഒരുപാട് വേഷങ്ങൾ കാണണം. ഉറുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കല്ല, പക്ഷേ നമ്മൾ കുറച്ചുകൂടി മെച്യൂർഡായിട്ട് ആ പടം ചെയ്യാമായിരുന്നു തോന്നി എനിക്ക് പേഴ്സണലി. താങ്ക് യു.